നമസ്കാരം. പ്രകൃതി ഭൂകമ്പങ്ങളിൽ സംഹാര താണ്ഡവം നടത്തുന്ന രാജ്യമാണ് ജപ്പാൻ. ഒന്നിനു പിറകെ ഒന്നായി ജപ്പാന് മേൽ വന്നു പതിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾക്ക് ചില്ലറ കണക്കൊന്നുമല്ല ഉള്ളത്. ഇപ്പോഴത്തെ ജപ്പാനിൽ അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിന് സാധ്യത പ്രവചിക്കുന്ന റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന ഈ മെഗാ ദുരന്ത പ്രവചനത്തിൽ ജപ്പാനിൽ 3 ലക്ഷം പേർ വരെ കൊല്ലപ്പെടുകയും വിനാശകരമായ സുനാമികളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നുമാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ജപ്പാനിലെ പസഫിക് തീരത്തിനടുത്തുള്ള നങ്കായ് തോടിലുണ്ടായ ശക്തമായ ഭൂകമ്പം $1.81 ട്രില്യൺ നഷ്ടത്തിന് കാരണമാകുമെന്നാണ് ജാപ്പനീസ് സർക്കാരിന്റെ പുതിയ മുന്നറിയിപ്പ്. മ്യാൻമാറിലെ 7.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ 2000 പേർ കൊല്ലപ്പെടുകയും മണ്ഡലയിലെ വിമാനത്താവളത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയും രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിൽ ഉടനീളം റോഡുകൾ തകരുകയും നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകരുകയും ചെയ്തതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. നൻഗായ് ട്രഫ് എന്നറിയപ്പെടുന്ന മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 8 മുതൽ 9 വരെ തീവ്രത അനുഭവപ്പെട്ടേക്കാവുന്ന ഭൂചലനത്തിന് 80% സാധ്യതയുണ്ട് എന്നാണ് ജപ്പാൻ സർക്കാർ വിലയിരുത്തിയിട്ടുള്ളത്. രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് പസഫിക് തീരത്ത് 900 കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻഗായ് ട്രഫ് സ്ഥിതി ചെയ്യുന്നത്. ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിന്റെയും യൂറോപ്യൻ ഫലകത്തിന്റെയും ചലനങ്ങളാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത്. 100 മുതൽ 150 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാർച്ച് 31 പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന് ലഭിച്ച റിപ്പോർട്ട് പ്രകാരം അത്തരമൊരു ഭൂകമ്പം $1.81 ട്രില്യൺ വരെ സാമ്പത്തിക നഷ്ടത്തിന് കാരണമാകും. ജപ്പാൻ ഏകദേശം മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ പകുതിയായ 270.3 ട്രില്യൺ യെന്നിന് തുല്യമായ ഈ കണക്ക് മുൻ എസ്റ്റിമേറ്റായ 214.2 ട്രില്യൺ യെന്നിൽ നിന്നുള്ള വമ്പൻ വർധനവിനെ കാണിക്കുകയാണ്. 2024 ദക്ഷിണ ജപ്പാനിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായി. 14 പേർക്ക് അത് പരിക്കേറ്റിരുന്നു. തീവ്രത 9 അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാ ക്വേക്ക് അഥവാ അതിതീവ്ര സംഹാരശേഷിയുള്ളവ എന്ന് കണക്കാക്കുന്നത്. ജപ്പാൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് $1.81 ട്രില്യൺ നഷ്ടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് ജപ്പാനെ പ്രതിസന്ധിയിലാക്കിയേക്കും. തീവ്രത 9 രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം 10 ലക്ഷത്തിലധികം ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യവും ഉണ്ടാകും. രാജ്യത്തിന്റെ ആകെ ജനസംഖ്യയുടെ 10% വരും ഇത്. തണുപ്പ് കാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നതിനെയും തുടർന്ന് 2,98,000 പേർക്കെങ്കിലും ജീവൻ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ജപ്പാൻ. ഭൂകമ്പപരമായ സജീവമായ കടൽ തീര മേഖലയായ നങ്കായ് ട്രഫിൽ 8 മുതൽ 9 വരെ തീവ്രതയുള്ള ഭൂകമ്പ സാധ്യത 80% സർക്കാർ കണക്കാക്കുന്നത്. ജപ്പാന്റെ പസഫിക് തീരത്ത് ക്യൂഷ്യൂവിന്റെ തെക്ക് കിഴക്കൻ ജലാശയത്തിനടുത്തുള്ള ഹ്യൂഗനാഡ മുതൽ മധ്യ ജപ്പാനിലെ സുരുഗ ഉൾക്കടൽ വരെ ഏകദേശം 800 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഒരു കടലിനടിയിലെ കിടങ്ങാണ് നങ്കായ് ട്രഫ്. ജപ്പാൻ കാലാവസ്ഥ ഏജൻസിയുടെ അഭിപ്രായ പ്രകാരം ഫിലിപ്പൈൻ കടൽ ഫലകം ഈ ഒരു മേഖലയിൽ യുറേഷ്യൻ ഫലകത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഇത് ഇടയ്ക്കിടെ അത് പിന്നോട്ട് നീങ്ങാൻ കാരണമാകുന്നുണ്ട്. ഈ ചലനം ഒരു വലിയ ദുരന്തത്തിനും സുനാമിക്കും കാരണമായേക്കുമെന്നാണ് വിലയിരുത്തുന്നത്.